രാവിലെ സഫാരി യാത്ര പോവാണ്. അതൊരു ജീപ്പ് സഫാരി ആയിരുന്നു. അവരുടെ ജീപ്പ് സഫാരിയിൽ കേരളത്തിൽ നിന്നുള്ള ആൾ ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ആനയും കാണുന്നുണ്ട്, അതുപോലെ പുള്ളിമാനുകളെ കാണുന്നുണ്ട്, മുലയൂട്ടുന്ന പുള്ളിമാനുകളെ കാണുന്നുണ്ട്. ഇതൊക്കെ അപൂർവമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. നമ്മളോട് ഡ്രൈവർ പറയുന്നത് നിങ്ങൾക്ക് ഒരു ലക്ക് വരുന്നുണ്ട്. ആ ചിത്രം ഞാൻ BBC വൈൽഡ് ലൈഫ് മാഗസിന് മന്ത്ലി കോണ്ടസ്റ്റിന് ഇത് വേൾഡിൽ 2ാമത്തെ ഏറ്റവും ബെസ്റ്റ് ചിത്രമായിട്ട് ഇത് സെലക്ട് ചെയ്ത്. ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞിട്ടുള്ള 3 ഫോട്ടോഗ്രാഫിയാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊരു ഫോട്ടോഗ്രാഫി വാർ ഫോട്ടോഗ്രാഫിയും, 2ാമത്തെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, 3ാമത്തെ സ്പോർട്സ് ഫോട്ടോഗ്രാഫിയാണ്. ഒരു ചിത്രത്തിന് വേണ്ടിയിട്ട് കൊല്ലങ്ങളോളൊക്കെ കാത്തിരിക്കേണ്ടി വരും. മനുഷ്യന്മാരോട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഭൂമി അത്യാവശ്യമാണ്. ഭൂമി അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ അതിൽ കാടും ജീവികളും ജീവജാലങ്ങളും മരങ്ങളും എല്ലാം വേണം, ചെടികളും എല്ലാം വേണം. ഞാനൊരു ചിത്രങ്ങൾ എടുക്കുമ്പോൾ അത് എൻ്റെ മാത്രം സ്വകാര്യ സ്വത്തല്ല എന്ന് മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ ഒരുപാട് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. അതിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയാണ് ഞാൻ നമ്പർ 1 ആയിട്ട് ചെയ്യുന്നത്. 2ാമത് ചെയ്യുന്നത് ഞാനൊരു കർഷകനാണ്. എനിക്ക് വീട്ടിൽ കൃഷിയുണ്ട്, ഞാൻ കൃഷി ചെയ്യുന്ന ആളാണ്. ഏതൊക്കെ ജീവജാലങ്ങളുണ്ടോ ഇതൊക്കെ പ്ലാസ്റ്റിക് കഴിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിൻ്റെ പുറമെ ഞാൻ അവിടെയുള്ള വെള്ളം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലൊക്കെ അമിതമായിട്ട് ഈക്കോളി ബാക്ടീരിയ ഉള്ളതായിട്ടും കാണപ്പെട്ടു. കക്കൂസ് മാലിന്യങ്ങൾ നിറഞ്ഞിട്ടുള്ള വെള്ളമാണ് ചാലിയാർ പുഴയിലുള്ള ഓരോ മനുഷ്യന്മാരും കുടിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയത് 1250 കിലോഗ്രാം മാലിന്യമാണ്. അതിൽ 800 കിലോഗ്രാമും ഡയപ്പർ മാത്രമായിരുന്നു. അപ്പം ഒരാൾ വിചാരിച്ചാലും എന്ത് ചെയ്യും, ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കും. കാട് എന്ന് പറയുന്നത് മനുഷ്യരല്ലാത്ത ഓരോ ജീവജാലങ്ങളുടെയും വീടാണ്. അവിടെ അവർ നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും, കെണിയൊരുക്കിയിട്ടിരിക്കുന്നുണ്ടാവും. കാട്ടിലേക്ക് പോകുന്ന ആളുകൾ കാടിൻ്റെ നിയമങ്ങൾ പാലിക്കുകയും അത് മനസ്സിലാക്കുകയും അറിയുകയും വേണം. ഹായ്, ഹലോ, നമസ്കാരം. സൈന സൗത്ത് പ്ലസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളെല്ലാവരെയും ഈ ആഗ്രഹങ്ങളാണ് ജീവിപ്പിക്കുന്നത്. അങ്ങനെ ആഗ്രഹങ്ങളിലൂടെ ജീവിക്കുന്ന ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സാദിഖലി, സ്വാഗതം. താങ്ക് യു. ഈ ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഉപജീവനമായിട്ട് മാർഗമായിട്ട് കാണുന്ന, അല്ലെങ്കിൽ അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒത്തിരി പേരുണ്ട്. ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്തുകൊണ്ട് സാദിഖ് സെലക്ട് ചെയ്യണേ? മനുഷ്യന്മാരോട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഭൂമി അത്യാവശ്യമാണ്. ഭൂമി അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ അതിൽ കാടും ജീവികളും ജീവജാലങ്ങളും മരങ്ങളും എല്ലാം വേണം, ചെടികളും എല്ലാം വേണം. ഇതൊക്കെ നിലനിൽക്കണം എന്നുള്ളത് ആവശ്യമായതുകൊണ്ടാണ് നമ്മൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്നത്. ആളുകളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളൊക്കെ ബോധവൽക്കരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നത്. ഈ ഫോട്ടോ എടുത്ത് വ്യത്യസ്തമായിട്ടുള്ള വിദ്യാലയങ്ങളിൽ നമ്മൾ കാണിക്കുകയും ഇതിൻ്റെ പ്രാധാന്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിന് ഞാൻ ഏകദേശം ഒരു 200-300 സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ആയിട്ട് ഫോട്ടോഗ്രാഫി എക്സിബിഷൻസും നമ്മൾ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകാറുണ്ട്. അപ്പോൾ നമുക്ക് തോന്നി നമ്മുടെ അടുത്ത് പറ്റുന്നത് ഒരു 200 വിദ്യാലയങ്ങളിലല്ലേ നമുക്ക് പോകാൻ പറ്റുന്നത്. നമ്മൾ ഓൺലൈനിൽ ഈ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഈ കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഓരോ ജീവജാലങ്ങളെ കുറിച്ചിട്ടും പ്രകൃതിയിലെ ഓരോ മാറ്റങ്ങളെ കുറിച്ചിട്ടും പ്രകൃതിയിലുണ്ടാകുന്ന ഓരോ നിമിഷങ്ങളെ കുറിച്ചും കണ്ടൊക്കെ ആളുകളോട് കഥകളായി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത്, ചെറിയ സമയത്ത് കഥകളായി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി എഫക്റ്റീവ് ആവും എന്ന് തോന്നി. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നിലമ്പൂർ എന്ന് പറഞ്ഞ ഒരു ഏറ്റവും കൂടുതൽ കാടുള്ള സ്ഥലമാണ് അല്ലേ? എനിക്കൊന്ന് നിലമ്പൂർ കാട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എപ്പോഴും. ആ കാട് തന്നെയാണ് ഇതിലേക്ക് ഏറ്റവും കൂടുതൽ കൂട്ടിച്ചേർത്തത്? ഉറപ്പായിട്ടും. കാരണം എൻ്റെ വീട് കാടിനോട് അടുത്തുള്ളൊരു സ്ഥലത്താണ്. നിലമ്പൂർ കാടിനോട് തൊട്ടടുത്തുള്ളൊരു സ്ഥലത്താണ്. അപ്പം നമ്മൾ കണ്ട് പരിചയിക്കുന്നതൊക്കെ ഈ കാടുകളാണ്. ഞാൻ ചെറുപ്പത്തിൽ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു നേച്ചർ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് എനിക്കിതിനോട് നമ്മുടെ ജീവജാലങ്ങൾ ഇവിടെ ഉണ്ട്, എല്ലാ പൂമ്പാറ്റകളല്ല, ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള പേരുകളുണ്ട്, എല്ലാ കിളികളും കാക്കയല്ല കൊക്കല്ല എന്നുള്ളതൊക്കെ മനസ്സിലാവുന്നത്. ഓരോ കാക്കക്കും അല്ലെങ്കിൽ ഓരോ കൊക്കിനും അല്ലെങ്കിൽ ഓരോ കിളികൾക്കും വ്യത്യസ്തമായിട്ടുള്ള ധർമ്മം ഈ ലോകത്തുണ്ട് എന്നുള്ളത് ആ സമയത്താണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഓരോന്നിനെ കുറിച്ച് പഠിക്കുകയും പ്രത്യേകിച്ച് നിലമ്പൂരിൻ്റെ ഒരു കാര്യങ്ങൾ പൊതുസമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും ആ കാട് നിലനിൽക്കേണ്ടത് എൻ്റെ കൂടെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കുറച്ചും കൂടി അവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വ്യത്യസ്ത സമയങ്ങളിൽ കേരളത്തിലുള്ള എല്ലാ കാടുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ആക്ടിവിറ്റികളും പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാവർക്കും കാടറിയണം, എല്ലാവർക്കും പരിസ്ഥിതി വിദ്യാഭ്യാസം കിട്ടണം,
എല്ലാവർക്കും ചിത്രങ്ങൾ എടുക്കാൻ കഴിയണം, എല്ലാവരും ഇതിനോട് അടുത്ത് വരണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് ഇപ്പം ആൺകുട്ടികളാണ് കൂടുതൽ, ഞാൻ കണ്ടത് വെച്ച് ആൺകുട്ടികളാണ് ഈ വൈൽഡ് ഫോട്ടോഗ്രാഫിയിൽ ഇറങ്ങുന്നത് കണ്ടിട്ടുള്ളത്. സ്ത്രീകൾ വളരെ കുറവാണ്. അതെന്തുകൊണ്ടാണ്? ഇന്ത്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫോട്ടോഗ്രാഫർമാരെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിൽ 1-ാം നമ്പർ വരുന്നത് ഒരു ലേഡി ഫോട്ടോഗ്രാഫറാണ്. രാധിക രാമസ്വാമി എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്. കേരളത്തിൽ തന്നെ ധാരാളം ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, ലേഡി ഫോട്ടോഗ്രാഫേഴ്സ്. നമുക്ക് വിരലിൽ എണ്ണാൻ പറ്റുന്നതിലധികം ആളുകളുണ്ട്. അവരും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ ചിത്രങ്ങളും ഇതുപോലെ ആളുകൾ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ആൺകുട്ടികൾക്കായിരിക്കും ചിലപ്പോൾ ഒന്നും കൂടി ഇതിലോട് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത്. നമ്മളോട് പറയാറുണ്ട്, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും നമ്മളോടൊക്കെ പറയാറുണ്ട്. അപ്പം നമുക്ക് പറ്റുന്ന പോലെയുള്ള ഹെൽപ്പുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ഈ പറയുന്ന ആളുകളൊക്കെ അത്തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളും, ഞാനൊരു ചിത്രം എടുക്കുമ്പോൾ അത് എൻ്റെ മാത്രം സ്വകാര്യ സ്വത്തല്ല എന്ന് മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ. അല്ലെങ്കിൽ നമുക്ക് മാത്രമുള്ളൊരു ഒബ്ജക്റ്റ് അല്ല അത്, എല്ലാവരും അതറിയണം, പഠിക്കണം എന്ന് മനസ്സിലാക്കുന്ന ആളാണ്. അതുകൊണ്ട് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒക്കെ നമ്മൾ ഇതിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനാണ്, ഒരു പരിസ്ഥിതി വിദ്യാഭ്യാസമാണ് നമ്മൾ ഇതിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ആളുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പെൺകുട്ടികളും ഇതിലേക്ക് വരുന്നുണ്ട്. ഇവ കാട്ടിലിറങ്ങി അല്ലെങ്കിൽ അവിടുത്തെ ജീവജാലങ്ങളുടെ പടം എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അതൊരു പ്രോസസ്സിംഗ് ആണ്. ഇപ്പം നമുക്ക് എന്നെപ്പോലുള്ള ഒരാൾക്ക് അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. കാരണം എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്, എത്ര സമയം എടുക്കും, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുന്ന ടൈം എങ്ങനെയാണ് ഉൾക്കാടുകളിലേക്ക് പോവുക, അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെയാണ്? കാട്ടിലേക്ക് ഫോട്ടോ എടുക്കാൻ ആദ്യം വേണ്ടത് നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷനാണ് ആദ്യം വേണ്ടത്. ഏത് കാട്ടിലേക്കാണോ നമ്മൾ പോകുന്നത് അത് വെച്ച് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊരു പ്രൊജക്റ്റ് തയ്യാറാക്കണം. ഇന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇന്നതാണ് നമ്മൾ പ്രൊജക്റ്റ്, ഇങ്ങനെ ഫോട്ടോഗ്രാഫി പ്രൊജക്റ്റാണ്, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി പ്രൊജക്റ്റാണ്, ഒരു എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് വെച്ച് നമ്മളൊരു പ്രൊജക്റ്റ് തയ്യാറാക്കും. ആ പ്രൊജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേരളത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുക. അദ്ദേഹം ഇതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ നോക്കിയിട്ട് നമ്മളെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അനുമതി തരും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഫോറസ്റ്റിൽ പോയിട്ട് പെർമിഷൻ കിട്ടുന്നത്. അതിൻ്റെ പുറമെ തേക്കടിയിലും അതുപോലെ വയനാടും കണ്ണൂരും കേരളത്തിലെ പല സ്ഥലങ്ങളിലായിട്ട് പറമ്പിക്കുളത്തൊക്കെ ആയിട്ട് എന്തുണ്ട്, കേരളത്തിൽ മാത്രമാണ് ഞാൻ പറയുന്നത്, നമുക്ക് വൈൽഡ് ലൈഫ് സാങ്ച്വറികളും അല്ലെങ്കിൽ നാഷണൽ പാർക്കുകളൊക്കെ ഉണ്ട്. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഏതൊരു കോമൺ മാനും ഫോട്ടോ എടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആവണം എന്നൊന്നുമില്ല. ഇത്തരത്തിലൊരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് പെർമിഷൻ എടുത്തിട്ട് വേണം അത്തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഫുൾ ടൈം ഫോട്ടോഗ്രാഫർ ആണോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഞാൻ ഒരുപാട് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. അതിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയാണ് ഞാൻ നമ്പർ 1 ആയിട്ട് ചെയ്യുന്നത്. രണ്ടാമത് ചെയ്യുന്നത് ഞാനൊരു കർഷകനാണ്. എനിക്ക് വീട്ടിൽ കൃഷിയുണ്ട്, ഞാൻ കൃഷി ചെയ്യുന്ന ആളാണ്. പിന്നെ ഞാൻ പാടത്ത് നെല്ല് ഉണ്ടാക്കുന്ന ആളാണ്, നെൽകൃഷി ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ ഫലവൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അത് കിളികൾക്ക് കഴിക്കാനോ അതുപോലെ വിൽക്കാനൊക്കെ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. വെജിറ്റബിൾസിൻ്റെ കൃഷി നടത്തുന്നുണ്ട്. പിന്നെ എനിക്കൊരു IT ഫേം ഉണ്ട്, ട്രോഗൺ മീഡിയ എന്ന് പറയുന്ന ഒരു IT ഫേം ഉണ്ട്. ഞാൻ ഒരുപാട് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. അപ്പം മനുഷ്യരുമായിട്ട് ഇടവൈകിട്ട് ജീവിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. കാട്ടിൽ മാത്രം ജീവിക്കുന്ന ആളല്ല, നാട്ടിലും ജീവിക്കുന്ന ആളാണ്. ഈ നാട്ടിലും ഈ പറഞ്ഞ കൃഷി കാര്യങ്ങളെ പ്രകൃതിയോട് ഭയങ്കരമായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. ഇതിപ്പോൾ ഇന്നത്തെ കാലത്ത് ഇത് ഭയങ്കര റെയറാ. കാരണം ഇന്ന് കാടുകളൊക്കെ ഇപ്പോൾ വെട്ടി അവിടെ വീടുകളും കെട്ടിടങ്ങളും പണിയുന്ന ഒരു സമയമാണല്ലോ. അപ്പം അതിനെപ്പോഴും സംരക്ഷിക്കുക, അതിലെ ജീവികളെ സംരക്ഷിക്കുക, അതിപ്പോൾ ഒരാൾ മാത്രം ചിന്തിച്ചാൽ നടക്കുമോ? ഒരാൾ ചിന്തിച്ചാലും നടക്കും. ഈ ഒരാൾ ചിന്തിക്കുന്ന സാധനം ഒരുപാട് പേര് ഇതുപോലെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കതിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. നിലമ്പൂർ നാടുകാണിച്ചുരം എന്ന് പറയുന്ന ഒരു ചുരമുണ്ട്. കേരളത്തിനെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ്. അത് ഏകദേശം 15 കിലോമീറ്റർ ആണുള്ളത്. ഈ 15 കിലോമീറ്റർ 10 കിലോമീറ്റർ വരുന്നത് കേരളത്തിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലുള്ള 44 നദികളിൽ ഒരു നദിയാണ് ചാലിയാർ നദി എന്ന് പറയുന്ന നദി. ആ നദിയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട 2 കൈവരികളും വരുന്നത് ഈ ഒരു
നാടുകാണി ചുരത്തിൽ നിന്നാണ് വരുന്നത്. നമ്മൾ അതിലൂടെ നിരന്തരമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ആളുകളൊക്കെ അതിലേക്ക് മാലിന്യം വലിച്ചെറിയുന്ന കാഴ്ച ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ കണ്ടു. ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളെ കൂടിയിട്ട് ഡിസ്കസ് ചെയ്ത സമയത്താണ് നമുക്കിവിടെ ഒരു ക്ലീനിങ് ക്യാമ്പയിനിങ് ചെയ്യാം, ഇതുപോലെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് നിരന്തരമായിട്ട് ആനകളും സിംഹവാലൻ കുരങ്ങുകളും അതുപോലെ മാനുകളും പിന്നെ കുരങ്ങുകളും മുള്ളംപന്നിയും ഒക്കെ ഏതൊക്കെ ജീവജാലങ്ങളുണ്ടോ ഇതൊക്കെ പ്ലാസ്റ്റിക് കഴിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിൻ്റെ പുറമെ ഞാൻ അവിടെയുള്ള വെള്ളം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലൊക്കെ അമിതമായിട്ട് ഈക്കോളി ബാക്ടീരിയ ഉള്ളതായിട്ടും കാണപ്പെട്ടു. ഈക്കോളി ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ കക്കൂസ് മാലിന്യങ്ങൾ നിറഞ്ഞിട്ടുള്ള വെള്ളമാണ് ചാലിയാർ പുഴയിലുള്ള ഓരോ മനുഷ്യന്മാരും കുടിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനെ ആശ്രയിക്കുന്ന ഓരോരുത്തരും കുടിക്കുന്നത് അത്തരത്തിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇതിലൊരു ക്ലീനിങ് ക്യാമ്പയിനിങ് നമുക്ക് ചെയ്യാം എന്ന് വെക്കുന്നത്. 2022 നമ്മളതിലൊരു ക്ലീനിങ് ക്യാമ്പയിനിങ് ചെയ്യുന്നത്. ആ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് അനൗൺസ് ചെയ്യുക. ഏകദേശം എനിക്ക് 4000 ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു സമയമാണ്. ആ സമയത്ത് നമ്മളിത് അനൗൺസ് ചെയ്യുന്ന സമയത്ത് അന്ന് എനിക്ക് ഞങ്ങളുടെ ക്യാമ്പയിനിങ്ങിന് വന്നത് 500-ലധികം ആളുകളാണ്. വ്യത്യസ്തമായിട്ടുള്ള സ്കൂളുകളിൽ നിന്നുള്ള ആളുകൾ, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന 60ഉം 65ഉം വയസ്സുള്ള ആളുകൾ വരെ ആ ക്ലീനിങ് ക്യാമ്പയിനിങ്ങിന് വന്നു. ഫാമിലി ആയിട്ട് വന്നു. വ്യത്യസ്തമായിട്ടുള്ള സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നൊക്കെ ആയിട്ട് വിദ്യാലയങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്നു. ഇത്തരത്തിൽ ആളുകളൊക്കെ വന്ന് ഏകദേശം 500-ലധികം ആളുകൾ വന്നു. നമ്മളൊരു ഗൂഗിൾ ഫോം സെറ്റ് ചെയ്ത് ആളുകളെ കൊണ്ട് അതിൽ രജിസ്ട്രേഷൻ ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മളിത് ചെയ്തത്. ഈ 10 കിലോമീറ്റർ ഞങ്ങൾ രാവിലെ 7 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 9 മണി 10 മണിയാവുന്ന സമയത്ത് നമ്മൾ അവസാനിപ്പിക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും 1/2 കിലോമീറ്റർ എന്നുള്ള രൂപത്തിൽ ചെയ്തു. 25 പേരുള്ള ഓരോ ടീമുകളാക്കിയിട്ടാണ് നമ്മൾ തിരിച്ചത്. ഇതിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയത് 1250 കിലോഗ്രാം മാലിന്യമാണ്. അതിൽ 800 കിലോഗ്രാമും ഡയപ്പർ മാത്രമായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ ഈക്കോളി ബാക്ടീരിയ ഒക്കെ നിറഞ്ഞ വെള്ളം ഓരോ മനുഷ്യന്മാരും കുടിക്കുന്നത് ഈ ഡയപ്പറൊക്കെ അവിടെ വലിച്ചെറിയുന്നത് കൊണ്ടാണ്. അപ്പം ഒരാൾ വിചാരിച്ചാലും എന്ത് ചെയ്യും, ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കും. ഞാനൊരാൾ മാത്രം വിചാരിച്ചപ്പോൾ എത്ര ആളുകൾ ഇതേപോലെ ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നുള്ള മനസ്സിലാക്കി നമ്മൾ ഈ കാര്യങ്ങൾ മലപ്പുറം ജില്ലാ കളക്ടറായിട്ടുള്ള വിനോദ് സാറിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിരന്തരമായിട്ട് ചെക്കിങ് ഏർപ്പെടുത്തി. അവിടെ ഒരു പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് സംവിധാനം നിലവിൽ വന്നു. നമ്മൾ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ഏകദേശം 16 ചുരങ്ങളാണുള്ളത്. ഈ ഓരോ ചുരം പാതകളിലും ഇത്തരത്തിൽ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് സംവിധാനം വരാനും ഇങ്ങനെ മാലിന്യം കാട്ടിലേക്കും പുഴകളിലേക്കൊക്കെ വലിച്ചെറിയുന്നത് തടയാനുള്ള ഒരു നിയമ സംവിധാനം വേണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാട് നിലനിൽക്കേണ്ടത്, അല്ലെങ്കിൽ കടുവ നിലനിൽക്കേണ്ടത്, ആന നിലനിൽക്കേണ്ടത്, സിംഹവാലൻ കുരങ്ങ് നിലനിൽക്കേണ്ടത്, ഓരോ പക്ഷികളും പൂമ്പാറ്റകളും അതുപോലെ ഉറുമ്പുകളൊക്കെ നിലനിൽക്കേണ്ടത് മനുഷ്യരുടെ ആവശ്യമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഒരാൾ വിചാരിച്ചാൽ നടക്കുമെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇതുപോലെ വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്നത്. ഇനി ആരും ചെയ്തില്ലെങ്കിലും നമ്മൾ ചെയ്യും. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് എനിക്ക് തോന്നി ഇപ്പം നമ്മുടെ കാടിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? അതായത് ഇപ്പം നശിച്ചുകൊണ്ടിരിക്കുകയാണോ? കാരണം കാട്ടിൽ താമസിക്കുന്ന ജീവികളൊക്കെ ഇപ്പം നാട്ടിൽ വന്നു തുടങ്ങി. മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഏറ്റവും രൂക്ഷമായിട്ട് സംഭവിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിൽ കൃത്യമായിട്ട് നിലപാടുകൾ എടുക്കേണ്ടത് ഓരോ ആളുകളുമാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്ന സമയത്ത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പന്നിയുടെ അളവ് ധാരാളമായിട്ട് കൂടിയിട്ടുണ്ട്. ഈ പന്നി നാട്ടിലാണ് കൂടിയിട്ടുള്ളത്, കാട്ടിലല്ല കൂടിയിട്ടുള്ളത്. ഈ പന്നി നാട്ടിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആലപ്പുഴയിൽ ഒരു കാട് പോലുമില്ല, പക്ഷേ ആലപ്പുഴയിൽ പന്നിയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് പന്നിയുടെ അളവ് ഇത്രയധികം കൂടിയത് എന്നുള്ളത് പരിശോധിക്കുന്ന സമയത്ത് പന്നിയുടെ കുട്ടികളെ കഴിക്കുന്ന ജീവജാലങ്ങൾ എന്ന് പറയുന്നത് കുറുക്കന്മാരായിരുന്നു. ഈ കുറുക്കന്മാർ എന്ത് ചെയ്തു? കേരളത്തിൽ ഇപ്പോൾ കാണാനേ ഇല്ല. ഇങ്ങനെ അപ്പോൾ ഏതെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ജീവി ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? ഇവിടെ ഈ ഒരു ശൃംഖല തെറ്റിപ്പോവും. ഇത് തെറ്റിപ്പോയാൽ ആർക്കാണ് ബുദ്ധിമുട്ട് വരുന്നത്? മനുഷ്യർക്കാണ് ബുദ്ധിമുട്ട് വരുന്നത്. ഇതുപോലെയാണ് മാൻ അനിമൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നത്. കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ വെള്ളത്തിൻ്റെ അളവിൽ കുറവ് സംഭവിക്കുന്നുണ്ട്. വേനൽക്കാലങ്ങളിലൊക്കെ പല സമയത്തും കാട്ടിലേക്ക് പോകുന്ന സമയത്ത് കാടുകളൊക്കെ വറ്റി വരേണ്ട അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. കൃത്യമായിട്ട് ഇവിടെ മഴ കിട്ടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുപോലെ
ജീവജാലങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരമില്ലാത്ത അവസ്ഥകൾ കാണാറുണ്ട്. ഇത്തരത്തിൽ ജീവജാലങ്ങൾക്ക് ആഹാരമില്ലാത്ത അവസ്ഥയും വെള്ളമില്ലാത്ത അവസ്ഥയും ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളൊരു പ്രൊജക്റ്റും ഇതിനെക്കുറിച്ച് പഠനവും നടത്തിയ സമയത്താണ് മനസ്സിലാവുന്നത് കാട്ടിലേക്ക് കൃത്യമായിട്ട് മഴ കിട്ടുന്നുണ്ട്. മഴ കിട്ടുന്ന വെള്ളമൊക്കെ നിമിഷ നേരം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് അറബിക്കടലിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. കേരളത്തിലുള്ള വെള്ളമൊക്കെ അറബിക്കടലിലേക്ക് എത്രയും പെട്ടെന്നാണ് എത്തുന്നത്. എത്ര പ്രളയം ഉണ്ടായാലും എത്ര വെള്ളപ്പൊക്കം ഉണ്ടായാലും ഒരു ദിവസമോ 2 ദിവസമോ കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്, കടലിലേക്കാണ് എത്തി പോകുന്നത്. ഇതൊക്കെ പല വെള്ളവും ഈ ഓരോ ജീവജാലങ്ങൾക്കും മനുഷ്യരുൾപ്പെടെയുള്ള ഓരോ ആളുകൾക്കും കുടിക്കാനുള്ള കുടിവെള്ളമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് കാട്ടിൽ ധാരാളമായിട്ട് ചെറിയ ചെറിയ അരുവികളൊക്കെ പോകുന്ന സ്ഥലങ്ങളുണ്ട്. ഇതിൽ നിന്നൊക്കെ കുത്തൊഴുക്കായിട്ടാണ് പോകുന്നത്. വേനൽക്കാലത്ത് ഈ തോടുകളും അരുവികളൊക്കെ വറ്റി വരേണ്ട അവസ്ഥയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2022 മുതൽ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. കാട്ടിൻ്റെ അകത്ത് ചെറിയ ചെറിയ തടയണകൾ കിട്ടുക, കാട്ടിലുള്ള കല്ലുകളും അതുപോലെ അതിലുള്ള ചെറിയ കമ്പുകളും ചുള്ളികളും ഉണങ്ങിയ വിറകൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ 5-6 മീറ്റർ അകലത്തിൽ ചെറിയ ചെറിയ ചെക്ക് ഡാമുകൾ നിർമ്മിക്കുന്ന ഒരു സിസ്റ്റം ചെയ്യുന്നുണ്ട്. നമ്മൾ വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത സമയത്ത് ഞങ്ങളവിടെ ക്യാമറ ട്രാപ്പ് സ്ഥാപിച്ചിരുന്നു. അതിൽ വന്നിട്ട് ആന വെള്ളം കുടിക്കുന്നുണ്ട്, പുള്ളിമാനുകൾ വെള്ളം കുടിക്കുന്നുണ്ട്, പിന്നെ പന്നി അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാഴ്ച കണ്ടു. നമ്മൾ ക്യാമറ വെക്കുന്നതിൻ്റെ മുൻപ് അവിടെ നമുക്ക് കടുവയുടെയും പുലിയുടെയൊക്കെ പക്ക് മാർക്കുകൾ, കാലടയാളങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്യാമറ ട്രാപ്പ് വെച്ചത്. നമ്മൾ ഏകദേശം 1 മാസത്തോളമാണ് ക്യാമറ ട്രാപ്പ് വെച്ചത്. അപ്പോൾ ഈ ജീവജാലങ്ങളൊക്കെ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവർക്ക് വെള്ളം കുടിക്കാനുള്ള സംവിധാനം ഉണ്ടാവും. വെള്ളത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യില്ല, നാട്ടിലേക്ക് ജീവജാലങ്ങൾ വരില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാരണം ഭക്ഷണമില്ലാത്തൊരു അവസ്ഥയാണ്. അധിനിവേശ സസ്യങ്ങളെ കൊണ്ട് കാടിൽ പല സ്ഥലങ്ങളിലായിട്ട് ധാരാളമായിട്ട് കടന്നു കയറിയിട്ടുണ്ട്. എൻ്റെ ഉദാഹരണമാണ് വയനാട് സെന്ന എന്ന് പറയുന്ന മഞ്ഞക്കൊന്ന എന്ന് പറയുന്നൊരു പ്ലാന്റ് വന്നതിന് ശേഷം വയനാട് ഏറ്റവും കൂടുതൽ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ സെന്ന പോലെയുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റപ്പ പോലെയുള്ള അതുപോലെ കുറേ പ്ലാന്റുകളുണ്ട്. ഏകദേശം കേരളത്തിൽ 85ഓളം ഇൻവേസീവ് പ്ലാന്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ വിദേശത്തിലുള്ള സസ്യങ്ങളാണ്. അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതല്ല. അത് കഴിക്കുന്ന ജീവജാലങ്ങൾ നമ്മളെ കാട്ടിൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെ കഴിക്കുന്ന സമയത്ത്, അങ്ങനെ ഈ ചെടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ കാടുകളിലുള്ള മാവ് അവിടെ ഉണ്ടാവില്ല, പ്ലാവ് ഉണ്ടാവില്ല, പിന്നെ മുളകൾ ഉണ്ടാവില്ല. ഇങ്ങനെ ഓരോ സസ്യങ്ങളും ഇല്ലാതിരിക്കും. ഈ ഒരു ഇൻവേസീവ് പ്ലാന്റ്സ് പെട്ടെന്നാണ് വളരുന്നത്. നമ്മുടെ ഈ ചെടികളൊക്കെ എന്ത് ചെയ്യും, ഇല്ലായ്മ ചെയ്തിട്ടാണ് ഇതൊക്കെ വളർന്നു വരിക. അങ്ങനെ വളർന്നു വരുന്ന സമയത്ത് എന്ത് ചെയ്യും, സസ്യങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങൾ, പഴങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോ ആനയും പുള്ളിമാനുകളൊക്കെ എന്ത് ചെയ്യും, നാട്ടിലേക്ക് വരും, തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് വരും. ഈ ഗ്രാമം എന്ന് പറയുന്നത് കൃഷിയോട് അടുത്ത സ്ഥലങ്ങളായിരിക്കും. ഈ കൃഷിയിടത്തിലേക്കാണ് ഈ ജീവജാലങ്ങളൊക്കെ ഇറങ്ങി വരുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നീഡ് എന്ന് പറയുന്നത് ഭക്ഷണമായിരിക്കും. ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. കാട്ടിലില്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലെ ജീവജാലങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതും നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. 2022 മുതൽ ചെയ്യുന്നുണ്ട്. കാട്ടിലുള്ള ഓരോ അധിനിവേശ സസ്യങ്ങളും പിഴുതെറിയുന്നൊരു പ്രൊജക്റ്റാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്ത സമയത്ത് അതിൻ്റെ പുറമെ നമ്മൾ ചെറിയ സീഡ് ബോളുകളാക്കിയിട്ട്, ഈ വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റാണ്. സീഡ് ബോളുകളാക്കിയിട്ട്, വിത്ത് ബോളുകളാക്കിയിട്ട് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയിട്ട് കാട്ടിലേക്ക് വലിച്ചെറിയുന്നൊരു പ്രൊജക്റ്റാണ്. നമ്മുടെ തനതായ കാട്ടിലുള്ള ചെടികളാണ് നമ്മളതിൽ നട്ടു വളർത്താൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉദ്ദേശിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയോ, അവർക്ക് കഴിക്കാനുള്ള ഓരോ ജീവജാലങ്ങൾക്കും കഴിക്കാനുള്ള ആഹാരം കാട്ടിൽ തന്നെ കിട്ടും. നാട്ടിലേക്ക് ഇറങ്ങി വരേണ്ട അവസ്ഥ ഉണ്ടായിരിക്കില്ല. ഈ കടുവയും ഈ പുലിയൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി വരാൻ കാരണം, നാട്ടിലേക്കാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സസ്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ആന വരുന്നുണ്ട്, പുള്ളിമാനുകൾ വരുന്നുണ്ട്, കാട്ടി വരുന്നുണ്ട്, മലാന് വരുന്നുണ്ട്. ഓരോ സസ്യബുക്കും നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അവരുടെ ആഹാരമാണ്, കടുവയുടെയും പുലിയുടെയും വൈൽഡ് ഡോഗിൻ്റെയൊക്കെ ആഹാരമാണ് ഈ നേരത്തെ പറഞ്ഞ ആനയും
പിന്നെ സാമ്പാർ ഡിയറും സ്പോട്ട് ഡിയറും ഈ ജീവജാലങ്ങളൊക്കെ ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടുവയും പുലിയൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമ്മൾ ആ ഒരു ബ്ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നാട്ടിലേക്ക് ഇറങ്ങി വരില്ല. ആനയും കടുവയൊന്നും നാട്ടിലേക്ക് ഇറങ്ങി വരാതിരിക്കാൻ കാട്ടിൽ തന്നെ അവർക്ക് ആഹാരം നിർമ്മിച്ചാൽ മതി. ഇപ്പം ഇത്രയൊക്കെ കാര്യം പറയുമ്പോൾ നമുക്കത്ര ഇപ്പോൾ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് അത്യാവശ്യം ആളുകൾക്ക് അറിയെങ്കിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? ആദ്യത്തെ വേണ്ടത് പെർമിഷൻ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളിവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് ലൈറ്റിനനുസരിച്ച് കണ്ട് നമ്മളോട് മാറി നിൽക്കാനൊക്കെ പറഞ്ഞില്ലേ, അത്തരത്തിൽ മാറി നിൽക്കാൻ പറയാൻ എന്ത് പറ്റില്ല. അനിമൽസിൻ്റെ കേസിൽ നമുക്കങ്ങനെ പറയാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറുടെ യുക്തിക്കനുസരിച്ചിട്ട് നല്ല ഫ്രെയിം ചെയ്യാൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞിട്ടുള്ള 3 ഫോട്ടോഗ്രാഫിയാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊരു ഫോട്ടോഗ്രാഫി വാർ ഫോട്ടോഗ്രാഫിയും, രണ്ടാമത്തെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയും, മൂന്നാമത്തെ സ്പോർട്സ് ഫോട്ടോഗ്രാഫിയാണ്. ഈ 3 ഫോട്ടോഗ്രാഫിയിലും നമുക്ക് ആ ഒബ്ജക്റ്റിനോട് പറയാൻ പറ്റില്ല നിങ്ങൾ ഇത്തരത്തിൽ നിൽക്കണം എന്നുള്ളത് പറയാൻ പറ്റില്ല. നമ്മൾ നല്ല രൂപത്തിൽ ലൈറ്റിനെ ക്യാപ്ചർ ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം. നല്ല ഫ്രെയിമുകൾ സെറ്റ് ചെയ്യാൻ അറിവുള്ള ആളായിരിക്കണം. നിരന്തരമായിട്ട് ചിത്രങ്ങൾ എടുക്കുന്ന സമയത്ത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ എന്ത് ചെയ്യാം, ചിത്രങ്ങൾ എടുക്കാൻ പറ്റും. അങ്ങനെ ഇതിൽ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ എന്നൊന്നും വേർതിരിവില്ല. എല്ലാവർക്കും ചിത്രങ്ങൾ എടുക്കാം. ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ മറ്റുള്ളത് ജോലിയെ പോലെ ഇതിനും ബുദ്ധിമുട്ടുണ്ട്. ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മൾ നല്ല ക്ഷമയുള്ള മനുഷ്യന്മാരായിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട്. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് വിചാരിക്കുന്നത് പോലെയുള്ള ചിത്രങ്ങൾ കിട്ടിക്കൊള്ളണം എന്നില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ കാലങ്ങളോളം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്പോട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ പെർമിഷൻ എടുത്തതിന് ശേഷം നമ്മൾ ക്യാമറ ട്രാപ്പൊക്കെ വെക്കും. അത് വെച്ചിട്ട് ആ ജീവജാലങ്ങൾ അവിടെ ഉണ്ടോ, അതിൻ്റെ ഭൂപ്രകൃതി എന്താണ് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് അത് ഓക്കെ ആണെങ്കിൽ നമ്മളവിടെ ഹൈഡായിട്ടിരുന്നിട്ടാണ് ചിത്രങ്ങളൊക്കെ പിന്നീട് ക്യാപ്ചർ ചെയ്യുന്നത്. നമ്മൾ ആ ജീവി അവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിത്രങ്ങൾ ക്യാപ്ചർ ചെയ്യുക. നേരത്തെ ഞാൻ ബ്രഷ്വുഡ് പ്രൊജക്റ്റ് പറഞ്ഞതുപോലെ നമ്മളവിടെ ക്യാമറ ട്രാപ്പൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അവിടെ അനിമൽസൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മളവിടെ കുറേ കാലം വെയിറ്റ് ചെയ്തിട്ടാണ് അവിടെ ആന വരുന്നതും അതുപോലെ പുള്ളിമാനുകൾ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ക്ഷമയുള്ള മനുഷ്യന്മാരായിരിക്കുക എന്നുള്ളതാണ്. ഒരു ചിത്രത്തിന് വേണ്ടിയിട്ട് കൊല്ലങ്ങളോളൊക്കെ കാത്തിരിക്കേണ്ടി വരും. അത്തരത്തിലൊക്കെ കാത്തിരിക്കേണ്ടി വരും. ഞങ്ങൾ ഗുജറാത്തിൽ ഞാനും റാഷിയുണ്ട് എൻ്റെ ഫ്രണ്ട്, ഞങ്ങൾ 2 പേരും കൂടിയിട്ട് ആദ്യം ഞാൻ ഒറ്റക്കായിരുന്നു പോയിരുന്നത് 2013. 2023 വീണ്ടും പോയി. അപ്പോൾ നല്ല ചിത്രങ്ങൾ കിട്ടാനും നല്ല വീഡിയോകളൊക്കെ പകർത്താനും ഇത് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നല്ല ക്ഷമയുള്ള മനുഷ്യന്മാരായിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. നിങ്ങൾ ഈ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒത്തിരി കാത്തിരുന്നാണല്ലോ ഒരു ഫോട്ടോ കിട്ടുന്നത്. അങ്ങനെ കാത്തിരുന്ന് കിട്ടിയൊരു ഫോട്ടോ ഉണ്ടോ? അത്രയധികം വെയിറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഒരു മനോഹര ഫോട്ടോ? എല്ലാ ചിത്രങ്ങളും വെയിറ്റ് ചെയ്തും കാത്തിരുന്നിട്ടുമാണ് കിട്ടുന്നത്. നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും എല്ലാ ചിത്രങ്ങളും നമ്മുടെ ക്യാമറക്ക് മുൻപിൽ വരുന്നത് എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ ഫ്രെയിം ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഞാൻ ബന്ദിപ്പൂർ കാട്ടിൽ പോകുന്ന സമയത്ത് പല തവണ ഞാൻ അവിടെ യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ ധാരാളം തവണ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു തവണ ഞാൻ രാവിലെ സഫാരി യാത്ര പോവാണ്. അതൊരു ജീപ്പ് സഫാരി ആയിരുന്നു. അവരുടെ ജീപ്പ് സഫാരിയിൽ കേരളത്തിൽ നിന്നുള്ള ആൾ ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഹൈദരാബാദിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആളുകളുണ്ട് എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ ജീപ്പ് സഫാരി ബുക്ക് ചെയ്തിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ആനയും കാണുന്നുണ്ട്, അതുപോലെ പുള്ളിമാനുകളെ കാണുന്നുണ്ട്, മുലയൂട്ടുന്ന പുള്ളിമാനുകളെ കാണുന്നുണ്ട്. ഇതൊക്കെ അപൂർവമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. കാട്ടിയെ കാണുന്നുണ്ട്. കാട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ കാലിൽ അതിൻ്റെ കൈകളിലൊക്കെ വെളുത്ത നിറത്തിലായിരിക്കും. അത് ഒരു സോക്സ് ഇട്ട പോലെയാണ് നമുക്ക് കാണാൻ പറ്റുക. കാട്ടിയുടെ മൂക്ക് ഭാഗത്തൊക്കെ വെളുത്ത കളറിൽ നല്ല ഭംഗിയാണ് അതിൻ്റെ കൊമ്പൊക്കെ കാണാൻ. ഇതിൻ്റെ ഒക്കെ ചിത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് സഫാരി വണ്ടി കാട്ടിൻ്റെ അകത്തേക്ക് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളോട് ഡ്രൈവർ പറയുന്നത് നിങ്ങൾക്ക് ഒരു ലെക്ക് വരുന്നുണ്ട്, ആ ലെക്ക് ഇതാ നിങ്ങളുടെ മുൻപിലുണ്ട്. അപ്പോൾ ഒരു ലെപ്പേർഡ് ആയിരുന്നു, ഒരു പുള്ളി ആയിരുന്നു. അതൊരു കുറച്ച് ഉയരത്തിലുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നത് പോലെ മുട്ടുകുത്തിയിരിക്കുന്നത് പോലെയുള്ള ഒരു ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു നിമിഷമായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും ജീപ്പിൻ്റെ ഇത് ഓപ്പൺ ആയിട്ടുള്ളൊരു ജീപ്പാണ്. എല്ലാവരും ജീപ്പിൻ്റെ മുകളിൽ നിന്ന് ചിത്രം എടുക്കുന്ന സമയത്ത് ഞാൻ ടയറിനോട് ചാരിയിട്ട് ഐ ടു ഐ ലെവലിൽ അതിൻ്റെ ചിത്രങ്ങൾ എടുത്തു. ആ ചിത്രം ഞാൻ BBC വൈൽഡ് ലൈഫ് മാഗസിന് മന്ത്ലി കോണ്ടസ്റ്റിന് ഒക്ടോബർ 12
അയച്ചു കൊടുത്തിരുന്നു, 2012 അയച്ചു കൊടുത്തിരുന്നു. അത് വേൾഡിൽ 2ാമത്തെ ഏറ്റവും ബെസ്റ്റ് ചിത്രമായിട്ട് ഇത് സെലക്ട് ചെയ്ത്. നമ്മൾ ക്ഷമയുള്ള മനുഷ്യന്മാരായിരിക്കുക, നമ്മൾ നിരന്തരമായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ചിത്രങ്ങൾ നമുക്ക് ക്യാപ്ചർ ചെയ്യാനും ഇത് നമ്മൾ തിരിച്ചറിയാനും സഹായിക്കുക എന്നുള്ളതാണ്. പിന്നെ ഫോട്ടോഗ്രാഫിയുള്ള ഒരു ടിപ്പാണ് ഐ ടു ഐ ലെവലിൽ ചിത്രങ്ങൾ എടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ചിത്രങ്ങൾ കവർ ചെയ്യാൻ പറ്റും. ഐ ടു ഐ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ജീവനുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും അതിനെ ബഹുമാനിക്കുകയും അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടും ചിത്രങ്ങൾ എടുക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതിനെയാണ് ഐ ടു ഐ ലെവൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുക, ബഹുമാനിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ അതൊന്ന് മനസ്സിലാക്കുന്നത്. ഒരു പ്രത്യേകതരം കോസ്റ്റ്യൂമാണ് സത്യത്തിലും ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ കോസ്റ്റ്യൂം ധരിച്ചിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഒരു ഉദ്ദേശം, നമ്മൾ ഓരോ കാടുകളിലും വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലാണ് കാടുകളുള്ളത്. അപ്പോൾ നിത്യഹരിത വനങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്താണ് സാധാരണ ആ കാടിനോട് ഇണങ്ങുന്ന ക്യാമഫ്ലാഷ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ പലപ്പോഴും എൻ്റെ ഒക്കെ ചിത്രങ്ങളിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത്തരം ഡ്രസ്സുകൾ ഉപയോഗിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കാട്ടിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ, ഞാൻ പലപ്പോഴും പല സമയത്ത് ഉദാഹരണം പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. നമ്മളെ വീട്ടിൽ എലി ഉണ്ടായിരിക്കും, പല്ലി ഉണ്ടായിരിക്കും, കൂറുണ്ടായിരിക്കും, ഇങ്ങനെ കുറേ ജീവജാലങ്ങളുണ്ടായിരിക്കും, എട്ടുകാലി ഉണ്ടായിരിക്കും. ഇതിനൊക്കെ നമ്മളെ വീട്ടിൽ കാണുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ഒരു ചെരുപ്പെടുത്തടിക്കുകയോ അല്ലെങ്കിൽ ഒരു ചൂലെടുത്തടിച്ച് അവരെ കൊല്ലുകയോ ചെയ്യും. എലിയാണെങ്കിൽ ഒരു കെണി വെച്ച് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ കൊല്ലും. കാട് എന്ന് പറയുന്നത് മനുഷ്യരല്ലാത്ത ഓരോ ജീവജാലങ്ങളുടെയും വീടാണ്. അവിടെ അവര് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും, കെണി ഒരുക്കിയിട്ടിരിക്കുന്നുണ്ടാവും. നമ്മൾ അവരുടെ കെണിയിൽ പെടാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളെ വീട്ടിൽ നമ്മൾ കാണാത്ത എലിയും പാറ്റയും എട്ടുകാലിയും പല്ലിയൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. അതുപോലെ ഒളിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നത്. ഇതൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത്തരത്തിൽ സേഫ്റ്റി നമ്മൾ മുൻഗണന കൊടുത്തില്ലെങ്കിൽ നമ്മൾ പിന്നീട് പടായിട്ട് ഇരിക്കേണ്ടി വരും. നമ്മൾ പടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സേഫ്റ്റി നമ്മൾ മുൻപിൽ കാണുന്നത്. ഈ തൊട്ടടുത്ത മാസങ്ങളിലായിട്ട് നീലഗിരിയിലൊരു ഭയങ്കര വേദനിപ്പിക്കുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു, അറിയുന്നുണ്ടായിരിക്കും. കടന്നൽ കുത്തിയിട്ട്, തേനീച്ച കുത്തിയിട്ട് ഒരാൾ മരണപ്പെട്ട വാർത്ത കേട്ടിട്ടുണ്ടാവും. കാട്ടിലേക്ക് പോകുന്ന സമയത്ത് വസ്ത്രം പോലെ തന്നെ പ്രാധാന്യമാണ് എന്ത്, പെർഫ്യൂം ഉപയോഗിക്കരുത് എന്നുള്ളത്. കാട്ടിലേക്ക് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് തേനീച്ചയും അതുപോലെ കടന്നലൊക്കെ പോലെയുള്ള ജീവജാലങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയോ, സെൻസ് ചെയ്തിട്ടാണ് അവർക്ക് ഇങ്ങനെ സ്മെല്ല് ചെയ്തിട്ടാണ് അവർ യാത്ര ചെയ്യുന്നത് കാടുകളിലൂടെ. അപ്പോൾ ഈ പെർഫ്യൂമൊക്കെ അടിച്ച് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് നമ്മളെ കാണാൻ പറ്റും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പം അവരെ ഉപദ്രവിക്കാൻ വരുന്ന ആളുകളായിരിക്കും എന്നുള്ളതായിരിക്കും മനസ്സിലാക്കുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. മദ്യപിച്ചോ സിഗരറ്റ് വലിച്ചോ അല്ലെങ്കിൽ ഇത്ര പെർഫ്യൂംസ് ഉപയോഗിച്ചൊന്നും കാട്ടിലേക്ക് പോകരുത് എന്നുള്ളതാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ആ അപകടങ്ങൾ നമ്മൾ തന്നെയാണ് വിളിച്ചു വരുത്തുന്നത്. അപ്പം നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒത്തിരി ഫോട്ടോ എടുത്തിട്ടെന്ന് പറയുന്നു, ഇപ്പം അപകടകരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കാം. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? നമ്മളെപ്പോഴും സേഫായിട്ട് തന്നെയാണ് പോകുന്നത്, എങ്കിലും അത് നമ്മുടെ ചിന്ത തെറ്റിപ്പോകുന്ന സിറ്റുവേഷൻസ് വരാറില്ലേ? ഇല്ല, നമ്മൾ അങ്ങനെ, ഞാൻ കാരണം കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് കാട്ടിലേക്ക് യാത്ര ചെയ്യുന്നത്. നമുക്ക് അത്തരത്തിലുള്ള അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇല്ലാതിരിക്കാൻ കാരണം കാടിനെ മനസ്സിലാക്കി അറിഞ്ഞിട്ട് യാത്ര ചെയ്യുന്നത് കൊണ്ടായിരിക്കും. കാട്ടിലേക്ക് പോകുന്ന ആളുകൾ കാടിൻ്റെ നിയമങ്ങൾ പാലിക്കുകയും അത് മനസ്സിലാക്കുകയും അറിയുകയും വേണം. അല്ലെങ്കിൽ അത് പഠിച്ചിട്ട് വേണം കാട്ടിലേക്ക് യാത്ര ചെയ്യാൻ. അല്ലാത്ത സമയത്താണ് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപകടങ്ങൾ റോട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ആക്സിഡൻറ്റുകൾ റോഡ് നിയമങ്ങൾ അറിയാതെ നമ്മൾ വാഹനം ഓടിക്കുന്നത് കൊണ്ടല്ലേ. അതുപോലെ തന്നെയാണ് കാടിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കിയിട്ട് വേണം കാട്ടിലേക്ക് യാത്ര ചെയ്യാൻ. അതുകൊണ്ട് എനിക്ക് അത്തരത്തിലുള്ള ആക്സിഡൻറ്റുകളൊന്നും അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ വെറുതെ ഒരു തള്ളു തള്ളിയിട്ട് കാര്യമില്ലല്ലോ. എന്നെ ആന ഒന്ന് കുത്തം വന്നു അല്ലെങ്കിൽ പുലിയൊന്ന് ഓടിച്ചു എന്നൊന്നും പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. പക്ഷെ അത്തരത്തിലില്ലാതിരിക്കുന്നത് കാടിനറിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുന്നതുകൊണ്ടായിരിക്കും. ഈ കാട്ടിൽ പോയി കണ്ടതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായിട്ടൊരു കാഴ്ചയുണ്ടാവും? ഞാൻ ഒരുപാട് തവണ കാട്ടിലേക്ക് യാത്ര പോയിട്ടുണ്ട്. കാടിൻ്റെ രാത്രി കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഞാൻ പല തവണ പല സമയത്തായിട്ട് ഉണ്ട്. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നെല്ലിയാമ്പതിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് കാട്ടിൻ്റെ അകത്തുനിന്ന് മിന്നാമിനുങ്ങുകൾ ധാരാളമായിട്ട് നക്ഷത്രങ്ങൾ ഭൂമിയിൽ വന്നിട്ട് മിന്നിത്തിളങ്ങില്ലേ, അതുപോലെയുള്ള കാഴ്ച ഞാൻ നെല്ലിയാമ്പതിയിൽ നിന്ന് കണ്ടിട്ടുണ്ട്.
പിന്നെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഞാൻ അത്തരത്തിലുള്ളൊരു കാഴ്ച എപ്പോഴും സ്വപ്നം കാണാറുണ്ട്. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷം നിലമ്പൂരുള്ള TK കോളനി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ അത്തരത്തിലൊരു കാഴ്ച കണ്ടത്. അത് അന്ന് ഞാൻ നെല്ലിയാമ്പതിയിൽ നിന്ന് കണ്ടതിലേറെ മിന്നാമിനുങ്ങളുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഒരു 2-3-4 ദിവസങ്ങൾക്ക് മുൻപ് ഞാനും എൻ്റെ സുഹൃത്തായിട്ടുള്ള റാഷിയും ഊട്ടിയിൽ നിന്നിങ്ങനെ യാത്ര തിരിച്ച് ഗൂഡല്ലൂർ വഴി ഇങ്ങനെ ഇറങ്ങുന്ന സമയത്താണ് കുറച്ച് മിന്നാമിനുകൾ ഇങ്ങനെ പാറിപ്പോകുന്ന കാണുന്നത്. സത്യം പറഞ്ഞാൽ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വന്നിട്ട് മിന്നിത്തിളങ്ങുന്ന സ്വർണ്ണ വെളിച്ചത്തിൽ, മഞ്ഞ സ്വർണ്ണ വെളിച്ചത്തിൽ മിന്നിത്തിളങ്ങുന്നത് പോലെയാണ് കണ്ടത്. കേരളത്തിലെ ഏറ്റവും ജീവി സമ്പത്തുള്ള ഒരു വനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ? കേരളത്തിൽ ഏറ്റവും ജീവി സമ്പത്തുള്ള വനം ഞാൻ മനസ്സിലാക്കുന്നത് ഗവിയിലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ജീവി സമ്പത്തുള്ളത്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ജീവി സമ്പത്തിനെ കണ്ടിട്ടുള്ളത് നിലമ്പൂർ തന്നെയാണ്. പക്ഷെ ഗവി, അതുപോലെ തേക്കടി, പറമ്പിക്കുളൊക്കെ പോലെയുള്ള ഓരോ വനത്തിലും വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലാണ് ഉള്ളത്. ഓരോ വനത്തിലും വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലാണ് ജീവജാലങ്ങൾ ഉള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഗവി ആ ഒരു ഏരിയ, പെരിയാറൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ജീവസമൂഹം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലുള്ള എല്ലാ കാടുകളിലും കടുവ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുണ്ട്. കടുവ ഉണ്ടാകുന്ന സമയത്ത് ബാക്കിയുള്ള അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന എല്ലാ ജീവികളും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മനുഷ്യരെ എത്രത്തോളം നമ്മുടെ ആവാസ വ്യവസ്ഥയെ നശിപ്പിച്ചിട്ടുണ്ട്? ഇപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ പോലും ഇപ്പോൾ ഇൻ്റർവ്യൂ കാണുന്നവർക്കായിരിക്കും പ്രകൃതിയെക്കുറിച്ചും കാടിനെക്കുറിച്ചും കേൾക്കണേ. നമ്മളൊരു ഡെയിലി ലൈഫിൽ നമ്മളിപ്പം നമ്മുടെ തിരക്കിനിടയിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യമാണ്. അറിയാതെ പോലും മനുഷ്യർ പല കാരണത്താൽ ഈ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നുണ്ടോ? പലപ്പോഴായിട്ടുണ്ട്. നമ്മളൊക്കെ മിഠായി കഴിക്കുന്ന ആളുകളല്ലേ, മിഠായി കഴിക്കുന്ന ആളുകൾ, എത്ര ആളുകൾ ആ മിഠായിൻ്റെ കവർ കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യുന്നുണ്ട്? ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. എത്ര ആളുകൾ ഇത് അലസമായിട്ട് വലിച്ചെറിയുന്നുണ്ട്? ആ സമയം മുതൽ മനുഷ്യരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ആവാസ വ്യവസ്ഥയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞത് കൊണ്ടാണ് നമുക്ക് എല്ലാ വർഷവും മഴ വരുന്ന സമയത്ത് നമ്മുടെ എറണാകുളം ആണെങ്കിലും ഇനി കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാവുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. വെള്ളത്തിന് ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. ഈ മാലിന്യം വലിച്ചെറിയുന്നത്, ഈ മിഠായിൻ്റെ കവർ വലിച്ചെറിയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. പല സമയത്തും നമ്മളൊക്കെ ഇങ്ങനെ റീലൊക്കെ ആയിട്ട് കാണാറുണ്ട്. നമ്മൾ വലിച്ചെറിഞ്ഞ മിഠായിൻ്റെ കവർ, അല്ലെങ്കിൽ നമ്മൾ വലിച്ചെറിഞ്ഞ മാലിന്യം പ്രളയത്തിൽ നമുക്ക് തന്നെ തിരിച്ചു വന്നു എന്നൊക്കെ പറയുന്ന വാർത്തകളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുകയും അപ്പോൾ ലൈക്ക് അടിക്കുകയും ചെയ്യും. അതേ ആളുകൾ തന്നെ മിഠായി കഴിച്ചിട്ട് എന്ത് ചെയ്യും? ഇത് വലിച്ചെറിയുകയും ചെയ്യും. എനിക്കൊന്ന് ആളുകൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്നും ഇപ്പം പ്രളയം സംഭവിക്കുന്ന സമയത്ത് ആളുകൾ ഇതൊക്കെ റീലായിട്ടൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് റിപ്പീറ്റ് ചെയ്ത് തന്നെ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ പോലുള്ള കുറച്ച് ആളുകളാണ് ഇന്നും എന്നും ഇതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ പരിശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഈ കാടിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്, ഇപ്പം നേരത്തെ പറഞ്ഞു നമ്മളെല്ലാവരും കണക്റ്റഡ് ആണ്. ഇപ്പം പല ജീവികളെയും നമ്മളെ നാട്ടിലെത്തിക്കുന്നുണ്ട്. അതിന് പല അഭിപ്രായങ്ങൾ പറയാറുണ്ടല്ലോ. ഇപ്പോൾ പല ജീവികളെ നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നു, അത് കാട്ടിൽ വളരേണ്ട ജീവി തന്നെയാണ്, എന്തിന് നാട്ടിൽ കൊണ്ടുവരുന്നു? അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? കാട്ടിൽ വളരട്ടെ. നമ്മളെ പിടിച്ചിട്ട് ഒരു ജയിലിലിട്ടാൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് എത്ര ഭക്ഷണം തന്നിട്ടും കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കൂട്ടിലിട്ട് വളർത്താൻ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? നമുക്ക് എത്ര ഭക്ഷണം തന്നാലും പിന്നെ വസ്ത്രം തന്നാലും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് അവരും സ്വതന്ത്രമായിട്ട് ജീവിക്കട്ടെ, മനുഷ്യരും സ്വതന്ത്രമായിട്ട് ജീവിക്കട്ടെ. ഇവർക്കിടയിൽ, മനുഷ്യർക്കും ജീവജാലങ്ങൾക്കിടയിൽ സംഘർഷങ്ങളില്ലാതിരിക്കട്ടെ. ഈ ചിന്തകൾ ആളുകളിലേക്ക് എത്തട്ടെ, ആളുകൾ മാറി ചിന്തിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയതിൽ. ഇനിയും യാത്ര തുടരുക, മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുക. താങ്ക് യു. ഒരുപാട് സ്നേഹം. താങ്ക് യു.